ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 10-ാം അധ്യായമായ വിഭൂതി യോഗത്തിലെ 37 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. നമുക്ക് 38, 39 ശ്ലോകങ്ങൾ നോക്കാം. 38-ാമത്തെ ശ്ലോകം. ദണ്ഡോദമയതാമസ്മി നീതിരസ്മി ജിഗീഷതാം മൗനം ചൈവാസ്മി ഗുഹ്യാനാം ജ്ഞാനം ജ്ഞാനവതാമഹം. ദമയതാം, ദമം നടത്തുന്നവർ, അതായത് നിയമപാലകരുടെ, ദണ്ഡഃ ദണ്ഡനം അഥവാ ശിക്ഷാവിധികൾ, അസ്മി ഞാനാകുന്നു, ജിഗീഷതാം വിജയകാംക്ഷികളുടെ, നീതി നീതി അഥവാ ധർമ്മബോധം, അസ്മി ഞാനാകുന്നു, ഗുഹ്യാനാം രഹസ്യങ്ങളിൽ വച്ച്, മൗനം ഏവച മൗനവും, അസ്മി ഞാനാകുന്നു, ജ്ഞാനവതാം ജ്ഞാനികളുടെ, ജ്ഞാനം ജ്ഞാനം അഥവാ അറിവ്, അതും അഹം ഞാനാകുന്നു. നിയമപാലകരുടെ ദണ്ഡനം അഥവാ ശിക്ഷാവിധികൾ ഞാനാകുന്നു. വിജയകാംക്ഷികളുടെ നീതിബോധം അഥവാ ധർമ്മബോധം, അതും ഞാനാകുന്നു. രഹസ്യങ്ങളിൽ വച്ച് ഞാൻ മൗനമാകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനവും ഞാനാകുന്നു. വീണ്ടും കുറേ കൂടി കാര്യങ്ങൾ ഭഗവാൻ പറയുകയാണ്. ഇവയിലെല്ലാം എൻ്റെ ചൈതന്യമാണ്, എൻ്റെ മഹിമകളാണ് ഉള്ളതെന്ന് പറയുകയാണ്. ദുഷ്കൃത്യങ്ങളെ അമർച്ച ചെയ്യുവാൻ വിവിധ ഉപാധികളുണ്ട്. സാമം, ഭേദം, ദണ്ഡം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതിലേറ്റവും ഫലപ്രദമായത് ദണ്ഡനം തന്നെയാണ്, ശിക്ഷാവിധി. അപ്പോൾ ഈ നിയമപാലകരുടെ ദുഷ്കൃത്യങ്ങളെ അമർച്ച ചെയ്യുവാനുള്ള ഉപാധികളിൽ വച്ച് ദണ്ഡനം എന്ന ശിക്ഷാവിധി, അതാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. അതുകൊണ്ട് ഈ ശിക്ഷാവിധി, നിയമപാലകരുടെ ഈ ശിക്ഷാവിധികൾ ഞാൻ തന്നെയാണ്. നീതിപൂർവകമായ വിജയം ഇച്ഛിക്കുന്നവരിൽ നീതിക്കാണ് പ്രാധാന്യം, അഥവാ ധർമ്മബോധത്തിനാണ് പ്രാധാന്യം. അത്തരത്തിൽ വിജയം കാക്ഷിക്കുന്നവരുടെ ആ ധർമ്മബോധം, നീതിബോധം ഞാനാകുന്നു. അതുപോലെ രഹസ്യമായ സ്വകാര്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം മൗനത്തിനാണ്. മൗനത്തോളം രഹസ്യമായതൊന്നുമില്ല. അതുകൊണ്ട് രഹസ്യമായ സ്വകാര്യങ്ങളിൽ ഞാൻ മൗനമാകുന്നു. ജ്ഞാനികളിൽ പരിലസിക്കുന്നത് ജ്ഞാനമാണ് അഥവാ അറിവാണ്. അതുകൊണ്ടാണ് അവരെ ജ്ഞാനികളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ജ്ഞാനികളിൽ പരിലസിക്കുന്ന ആ ജ്ഞാനം, അത് ഞാനാകുന്നു. അപ്പോൾ ഇവയെല്ലാം എൻ്റെ ഭാവങ്ങളാണ് എന്നറിയുക. എല്ലാം ഈശ്വരൻ്റെ വിഭൂതികളാണ് ഇവയെല്ലാം എന്നറിയുക. ഇതാണ് ഈ ശ്ലോകം പറയുന്നത്. ഇനി 39-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. യച്ചാപി സർവഭൂതാനാം ബീജം തദഹമർജുന ന തദസ്തി വിനായൽ സ്യാൽ മയാ ഭൂതം ചരാചരം. അർജുന, സർവഭൂതാനാം
സർവജീവജാലങ്ങളുടെയും ബീജം യത്, ബീജം അതായത് ജീവചൈതന്യം യാതൊന്നാണോ തത് അപീച, അതും അഹം ഞാനാകുന്നു. മയാവിന എന്നെ കൂടാതെ ചരാചരം ഭൂതം ചരങ്ങളും അചരങ്ങളുമായ സകല വസ്തുക്കളും യത് സ്യാൽ തത് ന അസ്തി യാതൊന്നും തന്നെയില്ല. അർജുന, സർവജീവജാലങ്ങളുടെയും ബീജം അതായത് ജീവചൈതന്യം ഞാനാകുന്നു. എല്ലാത്തിൻ്റെയും സകല ജീവജാലങ്ങളുടെയും ഉള്ളിലിരിക്കുന്ന ചൈതന്യം ഞാനാകുന്നു. എന്നെ കൂടാതെ ഒരു ചരാചരങ്ങളുമില്ല. എന്നെ കൂടാതെ ചരമോ അചരമോമായ ഒരു വസ്തുക്കളും ഇല്ല എന്ന് നീ അറിയുക. ഈ പ്രപഞ്ചത്തിലെ ലോകത്തിലെ സകല ചരാചരങ്ങളിലും വർത്തിക്കുന്നത് ഞാൻ തന്നെയാവുന്നു എന്ന് വീണ്ടും പറയുകയാണ് ഭഗവാൻ. സകല പ്രപഞ്ചത്തിൻ്റെയും സകല ഭൂതപ്രപഞ്ചത്തിൻ്റെയും ആദി ബീജമാണ് ഭഗവാൻ. ഈ ജീവജാലങ്ങളുടെ ഉൽപ്പത്തി ഭഗവാനിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഭഗവാനാണ് ആദി ബീജം എന്ന് പറയുന്നത്. ആ ചൈതന്യമാണ് സകല ചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത്. സകലതും ഭഗവാനിൽ നിന്നാണ് ആവിർഭവിച്ചത്. ഭഗവത് സാന്നിധ്യമില്ലാത്ത ചലിക്കുന്നതും ചലിക്കാത്തതുമായ യാതൊരു വസ്തുവും ഈ പ്രപഞ്ചത്തിലില്ല തന്നെ. അതാണ് ഭഗവാൻ പറയുന്നത്. ഈശ്വര സർവഭൂതാനാം, സകല ഭൂതജാലങ്ങളിലും ഈശ്വരൻ വസിക്കുന്നു. ഈശാവാസ്യം ഇതം സർവം, ഈ പ്രപഞ്ചത്തിലെ സർവ്വതിലും ഈശ്വരൻ വസിക്കുന്നു. അതുതന്നെയാണ് ഭഗവാൻ ഓരോരോ വസ്തുക്കൾ ഭാവങ്ങളെല്ലാം എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും അർജുനനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്, അതുവഴി നമുക്കും ബോധ്യപ്പെടുത്തി തരുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിൽ ഈശ്വരനല്ലാതെ ഒന്നും തന്നെ ഇല്ല. ഈ പ്രപഞ്ചത്തിലുള്ള സകലത്തിലും ഈശ്വരാംശമാണ്, ഈശ്വര ചൈതന്യമാണ്. അത് വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കുകയാണ് ഈ ശ്ലോകങ്ങളിലൂടെ. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.